കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ വടക്കിഴക്കൻ മേഖലയിലെ ഹെയ്ലി ഹുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. 12,000 വർഷത്തിനിടെ ആദ്യമായാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് വ്യോമഗതാഗതത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ്, എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയിൽ ഏതാണ്ട് 500 മൈൽ അകലെയാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വലിയ രൂപത്തിലുള്ള ആളപായമോ അല്ലെങ്കിൽ ദുരന്തമോ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആഘാതം വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് വ്യോമമേഖലയാണ്. വ്യോമമേഖലയെ പൂർണ്ണമായും ബാധിക്കുന്ന രൂപത്തിലാണ്. കാരണം ഇതിൻ്റെ ഏതാണ്ട് 15 കിലോമീറ്റർ ഉയരത്തിൽ ആകാശത്തേക്കാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ പുകച്ചുരുളുകൾ വലിയ ചാരമേഘങ്ങളായി മാറി ആകാശത്തേക്ക് ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 15 കിലോമീറ്റർ ഉയരത്തേക്ക് ഉയർന്ന പുകച്ചുരുളുകൾ, ആ ചാരമേഘങ്ങൾ ഇപ്പോൾ വ്യോമഗതാഗതത്തെ ആ മേഖലയിൽ, അതായത് ഇത് ആ മേഖലയിൽ, അതായത് ഇൻഡോ അറബ് വ്യോമമേഖലയെ പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഒമാൻ, യമൻ, പാകിസ്ഥാന്റെ മുഴുവൻ മേഖലയും, ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില മേഖലകൾ, അതായത് രാജസ്ഥാൻ, പഞ്ചാബ് അടക്കമുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്, ഇത്തരം പ്രദേശത്തെ പൂർണ്ണമായും ബാധിക്കുന്ന രൂപത്തിലേക്ക്, അവിടെ വ്യോമഗതാഗതത്തെ പൂർണ്ണമായും ബാധിക്കുന്ന രൂപത്തിലേക്കാണ് ഈ പുകച്ചുരുളുകൾ വ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ അറേബ്യയിൽ ഇപ്പോൾ ഉംറ തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിനടക്കം നെടുമ്പാശ്ശേരിയിൽ അടക്കമുള്ള വിമാനങ്ങൾ സൗദി അറേബ്യയിലേക്കും വിദേശത്തേക്കും അടക്കം യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആ മേഖലയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളെയും ബാധിക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് എയർ ഇന്ത്യക്കും ഇൻഡിഗോയ്ക്കും ആകാശ എയർ അടക്കമുള്ള ഇന്ത്യയിലുള്ള എല്ലാ വിമാന സർവീസുകൾക്കും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, വ്യോമഗതാഗതത്തെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുകച്ചുരുളുകൾ ഇനി വരും ഏതാനും ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത് വ്യോമഗതാഗതത്തെ പൂർണ്ണമായും ബാധിക്കും. ഇപ്പോൾ രാജസ്ഥാൻ, പഞ്ചാബ്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും നെടുമ്പാശ്ശേരിയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ജയ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും അടക്കമുള്ള വിമാന സർവീസുകൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒമാനിലേക്കും യമനിലേക്കും സൗദി അറേബ്യയിലേക്കുള്ള വിമാന സർവീസുകൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നവംബർ 23-ന് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചെങ്കിൽ പോലും ഇന്നാണ് അതിന്റെ ആഘാതം വലിയ രൂപത്തിൽ ആകാശത്തേക്ക് എത്തിയത്. ദുബായിലേക്കും ജിദ്ദയിലേക്കും കുവൈറ്റിലേക്കും അബുദാബിയിലേക്കുമുള്ള യാത്രക്കാരെ ഇത് വലിയ രൂപത്തിൽ ബാധിക്കും, വരും ദിവസങ്ങളിലും ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഉന്മേഷ്, ശരി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.